മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു പ്രഭാതം കൂടി നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിനൊക്കെ ഉപരിയായിട്ട് ഒരു ക്രിസ്മസ് കൂടി ആഘോഷിക്കുവാനായിട്ടുള്ള അവസരം ദൈവം നമുക്കെല്ലാവർക്കും ഒരുക്കി തന്നിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. അതോടൊപ്പം ശാന്തിയും സമാധാനവും നിറഞ്ഞതാകട്ടെ നിങ്ങളുടെ ഈ ക്രിസ്മസ് കാലഘട്ടമെന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിലൂടെ ദൈവം തൻ്റെ പുത്രനെ നമ്മിലേക്ക് അയച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ അനുഭവിക്കുന്നതിന് വേണ്ടി ദൈവപുത്രൻ്റെ വരവിനെക്കുറിച്ച് മാലാഖമാർ ഇടയന്മാരെ അറിയിക്കുന്നത് ഇതാ ഒരു സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുന്നു എന്നാണ്. ഇതാ ക്രിസ്മസ് സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ്, സന്തോഷം അനുഭവിക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി നൽകിയിരിക്കുന്ന ഈ ക്രിസ്മസിനെ നമുക്ക് വരവേൽക്കാം. അതോടൊപ്പം തന്നെ അതിൻ്റെ സന്തോഷവും സമാധാനവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഈ പ്രഭാത വിരുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ പ്രത്യേകമായിട്ടും ഇന്നേ ദിവസം ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് അനേകം കുഞ്ഞുങ്ങൾക്ക് പീഡനവും സഹനവും ജീവനുമൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. ഈ ലോകത്തിൽ ഇന്ന് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ സംരക്ഷണവും നല്ല ജീവിത സാഹചര്യങ്ങളും ഒരുക്കുന്നതിന് അവരുടെ മാതാപിതാക്കന്മാർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. എന്താണ് കർത്താവിന് നമ്മോട് പറയാനായിട്ടുള്ളത് എന്ന് നമുക്ക് കേൾക്കാനായിട്ട് ഒരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ അഭിഷേകത്താൽ ദൈവവചനത്തിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ വചനം നമുക്കിപ്പോൾ ശ്രവിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം
2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വചന വിചിന്തനത്തിലേക്ക് കടന്നു വരാം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ലൂക്കാ സുവിശേഷകന്റെ വിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ദൈവപുത്രൻ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ചു എന്നാണ്. എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചത് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളായിരിക്കും നമുക്ക് നൽകാനായിട്ടുള്ളത്. നമ്മളെയൊക്കെ ദൈവങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി, നമ്മയൊക്കെ വിശുദ്ധരാക്കി മാറ്റുന്നതിന് വേണ്ടി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും നൽകുന്നതിന് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ഒക്കെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്നൊക്കെയായിരിക്കും നമുക്ക് ഒരുപക്ഷെ പറയാനായിട്ട് ഉള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മെല്ലാവരെയും നല്ല മനുഷ്യരാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനെ തൻ്റെ രൂപത്തിലും ഭാവത്തിലും ഛായയിലുമൊക്കെ സൃഷ്ടിച്ചു എന്നും. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ ഈ ഛായ നഷ്ടപ്പെട്ടു പോയ ആ രൂപവും ഛായയുമൊക്കെ വീണ്ടും നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. നമ്മളൊക്കെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ വാങ്ങിക്കാറുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് അവയ്ക്ക് കേടുവന്നാൽ നമ്മൾക്ക് അവരുടെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവരവിടെ നിന്നും ആളെ അയച്ച് അത് നന്നാക്കി തരും. കാരണം അവർക്കാണ് ശരിക്കും അതിൻ്റെ ടെക്നോളജി അറിയാവുന്നത്, അത് ശരിയായ വിധത്തിൽ നന്നാക്കി തരുവാനായിട്ട് അറിയാവുന്നത്. അതുകൊണ്ടാണ് ഹെഡ് ഓഫീസിൽ നിന്നും ആളുകളെ ഈ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ കേടായി കഴിയുമ്പോൾ ശരിയാക്കുന്നതിനായിട്ട് അയക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവം സൃഷ്ടിച്ച രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് അവൻ്റെ രൂപവും ഭാവവും നഷ്ടപ്പെടുത്തിയപ്പോൾ അത് വീണ്ടും നൽകുന്നതിനായിട്ട് ദൈവം തൻ്റെ പുത്രനെ സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഇതാ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ ആ തുടക്കത്തിൽ വായിക്കുന്നുണ്ട്, പണ്ട് കാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും ഒക്കെ സംസാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടുന്ന് തൻ്റെ പുത്രനിലൂടെ നമ്മോട് സംസാരിക്കുന്നു എന്നും. തൻ്റെ പുത്രനിലൂടെ ദൈവം നമ്മോട് സംസാരിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അയക്കുന്നത്. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിട്ട് ചെയ്തതെന്താണ്? മനുഷ്യരെയൊക്കെ കൂടുതൽ നല്ല മനുഷ്യരായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ മനുഷ്യത്വം വീണ്ടെടുക്കുവാനായിട്ടാണ് ഈശോ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആരെയൊക്കെ ഈശോ തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയോ അവർക്കെല്ലാവർക്കും കൂടുതൽ മനുഷ്യത്വം നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിക്കോദേമോസിനെ നമ്മൾ കാണുന്നുണ്ട്. നിക്കോദേമോസ് നല്ലൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടായിരുന്നല്ലോ രാത്രിയിൽ യേശുവിനെ കാണാനായിട്ട് അയാൾ കടന്നു വരുന്നത്. ഈശോ അയാളോട് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നീ വീണ്ടും ജനിക്കണം എന്നാണ്. ആത്മാവിലുള്ള ഒരു ജനനത്തെക്കുറിച്ചാണ് ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞു കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ സമറയാക്കാരിയായ സ്ത്രീയെ കാണുന്നുണ്ട്. അവള് വ്യഭിചാര ജീവിതം നയിച്ചിരുന്നവളായിരുന്നു. 5 ഭർത്താക്കന്മാരെ മാറി 6ാമത് വേറൊരുവനുമായിട്ട് അവിഹിത ബന്ധം പുലർത്തുന്ന ഒരു സ്ത്രീ.
ഈശോ അവളോട് പറയുന്നത് എന്താണ്? ഞാൻ നൽകുന്ന ജീവജലം നീ കുടിക്കണം എന്നാണ്. ഈശോ നൽകുന്ന ജീവജലം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവിനെ അവളുടെ ജീവിതത്തിൽ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഈശോ നൽകിയ ജീവജലം അവൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് അവൾക്ക് വിമോചനം ലഭിച്ചു. പുതിയ ഒരു വ്യക്തിയായിട്ട് അവൾക്ക് മാറുന്നതിനായിട്ട് സാധിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവളുടെ പാപങ്ങൾ എല്ലാം മോചിച്ച് ഈശോ അവളെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനുള്ളതിൻ്റെ ആദ്യ പടി പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുകയും ജീവിതത്തെ നവീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈശോ പുതിയ മനുഷ്യരായിട്ട് അവരെയൊക്കെ മാറ്റുകയാണ് ചെയ്യുന്നത്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ സക്കേവൂസിനെ നമ്മൾ കാണുകയാണ്. സക്കേവൂസിനെ നമ്മൾ കാണുമ്പോഴും ഈശോ അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് ഈശോ ചെയ്യുന്നത്. അവന് ചുങ്കക്കാരനും പിടിച്ചുപറിക്കാരനുമൊക്കെ ആയിരുന്നു. അവനോട് ഈശോ പറയുന്നത് എന്താണ്? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. എപ്പോഴാണ് ആ രക്ഷ അവൻ്റെ ജീവിതത്തിൽ കൈവരുന്നത്? അവൻ തട്ടിച്ചെടുത്തതും പറ്റിച്ചെടുത്തതുമൊക്കെ 4 ഇരട്ടിയായിട്ട് മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കുന്നതിന് തയ്യാറാകുമ്പോഴും. പ്രിയപ്പെട്ടവരെ, പുതിയ മനുഷ്യരായിട്ട്, മനുഷ്യത്വമുള്ള മനുഷ്യരായിട്ട് ഈശോ മാറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും അതുപോലെ തന്നെ സ്വർഗാരോഹണത്തിനിടയിലും ഈശോ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൗൾ എന്ന മനുഷ്യനെ ഈശോ തൻ്റെ പ്രിയ അപ്പസ്തോലനായിട്ട് മാറ്റുന്നുണ്ട്. സൗൾ തീക്ഷ്ണമതിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. തീക്ഷ്ണമതിയായിട്ടുള്ള ഒരു യഹൂദനായിരുന്നു. അവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ക്രിസ്ത്യാനികളാകുന്നവരെയൊക്കെ പീഡിപ്പിക്കുകയും വീണ്ടും തിരിച്ചും യഹൂദ മതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ആയിട്ട് ശ്രമിച്ചിരുന്ന ഒരു വ്യക്തി. അവൻ ജെറുസലേമിൽ നിന്നും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനായിട്ട് ഡമാസ്കസിലേക്ക് പോകുന്ന അവസരത്തിൽ അവനെ ഈശോ തട്ടി താഴെയിടുകയാണ് ചെയ്യുന്നത്. അവനെ മാനസാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവന് പുതിയ ഒരു ഉൾക്കാഴ്ച ഈശോ അവന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉൾക്കാഴ്ച കിട്ടിക്കഴിഞ്ഞ ഈ സാവൂള് ഇതാ പൗലോസായിട്ട് മാറുന്നു. ക്രിസ്തുവിൻ്റെ വലിയ പ്രഘോഷകനായിട്ട് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്തു ഒരാളിൽ വന്ന് ജനിക്കുമ്പോഴാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്മസ് അനുഭവം ഉണ്ടാകുന്നത്. ആട്ടിടയന്മാർ പുൽക്കൂട്ടിൽ ചെന്ന് യേശുവിനെ കണ്ട് സായുജ്യമടഞ്ഞു. എന്നാൽ നിക്കോദേമോസും പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും സമറിയാക്കാരിയുമൊക്കെ ക്രിസ്മസ് അനുഭവിച്ചത് ക്രിസ്തു അവരിൽ വന്ന് ജനിച്ചപ്പോഴാണ്. നമ്മിലും ക്രിസ്തു വന്ന് ജനിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ക്രിസ്മസ് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവുമൊക്കെ അനുഭവിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈ ക്രിസ്മസിൽ നമ്മൾ ശ്രദ്ധയൂന്നേണ്ടത് നല്ല മനുഷ്യരായിട്ട് മാറാൻ വേണ്ടിയാണ്. നമ്മളൊക്കെ പലപ്പോഴും മനുഷ്യരാകാതെ വിശുദ്ധരാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നല്ല മനുഷ്യരായിട്ട് നമ്മെ മാറ്റണമേ എന്ന് നമുക്ക് പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോയോട് ഇന്നേ ദിവസം പ്രത്യേകമായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രത്യേകമായ വിധത്തിൽ നമുക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ത്രിത്വൈക ദൈവം നമ്മെയും നമ്മുടെ കുടുംബത്തെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമ്മോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യട്ടെ.
കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സുരക്ഷിതത്വം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകമായിട്ടും അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും നിങ്ങൾ പ്രത്യേകം ഓർക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. മരിയൻ കൂടാരങ്ങളിലിരുന്ന് ഈ ധ്യാന കേന്ദ്രത്തിനും ഗുഡ്നസ് ടിവിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സ്നേഹത്തിൻ സന്ദേശമായി ദൈവത്തിൻ സൂനുവാം യേശുനാഥൻ പിറന്നുവല്ലോ. ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ലോകരക്ഷകനാഗതനായി രക്ഷകനാഗതനായി. ശാന്തിതൻ ദൂതുമായി വാനത്തിൽ ദൂതന്മാർ പാറിപ്പറന്നു പാടിയല്ലോ. സന്മനസ്സുള്ളോർക്കു രക്ഷയായി ലോകരക്ഷകനാഗതനായി രക്ഷകനാഗതനായി. താരക കുഞ്ഞുങ്ങൾ കാതോർത്തു കൺചിമ്മി മാനവർക്കെല്ലാം സദ്വാർത്തയായി. ഹല്ലേലൂയ ഹല്ലേലൂയ ലോകരക്ഷകനാഗതനായി രക്ഷകനാഗതനായി. മോദത്തിൽ ചാഞ്ചാടി സ്വർഗത്തിൻ ഈണത്തിൽ ആമ്പൽ പൊയ്കയിൽ കുഞ്ഞുപൂക്കൾ നോക്കിച്ചിരിച്ചവർ ഇതൾ വിടർത്തി. ലോകരക്ഷകനാഗതനായി രക്ഷകനാഗതനായി. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമൃദ്ധമായിട്ടും വർഷിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ക്രിസ്മസ് ദിനം നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. പുൽക്കൂട്ടിലെ ഈശോ, ചിരിച്ചുകൊണ്ട് പുൽക്കൂട്ടിൽ കിടക്കുന്ന ഈശോ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളുമൊക്കെ എടുത്ത് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.